എങ്ങനെയാണ് ഈ കുട്ടികളിലെ വാശിയായിക്കോട്ടെ ടാൻട്രംസ് ആയിക്കോട്ടെ ഇതിനെയൊക്കെ നമുക്ക് ശാസ്ത്രീയമായി എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യേണ്ടത്? ആക്ച്വലി ഒരു 1.5 വയസ്സ് തൊട്ട് 4 വയസ്സ് വരെ എല്ലാ മക്കൾക്കും ടാൻട്രംസ് വളരെ നോർമലാണ്. ചില 1.5 വയസ്സാകുമ്പോഴത്തേക്കും പതിയെ എഴുന്നേറ്റ് സ്റ്റെപ്പൊക്കെ വെക്കാനൊക്കെ തുടങ്ങും കുട്ടികൾ. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഓടി നടക്കും, അവരുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ. അതുപോലെ അവർ ഓരോ ഡെവലപ്മെൻറ്റാണ് വെച്ചാൽ ആദ്യത്തെ 5 വർഷമാണ് ഒരു കുട്ടിയുടെ 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ആ ഒരു 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുമ്പം മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ കുട്ടിക്ക് നമ്മുടെ അത്ര മെച്യൂരിറ്റി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. അതെ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് അംഗീകരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന എല്ലാം കുട്ടി ലിസൺ ചെയ്യണം എന്നുള്ളൊരു വാശി നമ്മൾ ആദ്യം കളയുക. യെസ്, ആദ്യം തന്നെ നമ്മുടെ വാശിയാണ് കളയേണ്ടത്. നമ്മൾ കാമായിട്ട് കുട്ടിയുടെ അടുത്ത് നീൽ ഡൗൺ ചെയ്യുക, കണക്ട് ചെയ്യുക കുട്ടിയായിട്ട്, വളരെ ഒരു പ്ലേഫുള്ളായിട്ട്, അതായത് കുട്ടിയായിട്ട് ഇരുന്ന് കളിക്കുക. ആക്ച്വലി ദർ ഇസ് എ റൂൾ, 7-7-7 റൂൾ ഉണ്ട്. ഈ 7-7-7 റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 7 മിനിറ്റ് കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടി സ്കൂളിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വിട്ട് വന്നിട്ടുള്ള ശേഷത്തിൽ ഒരു 7 മിനിറ്റ് കുട്ടിയായിട്ട് സ്പെൻഡ് ചെയ്യണം. അതുപോലെ രാത്രി നമ്മൾ കുട്ടിയെ ഉറങ്ങുന്നതിന് മുൻപ് ഒരു 7 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കണക്ഷൻ കുട്ടീനായിട്ട് എടുക്കാൻ പറ്റും.